ഉള്ള ഒരു സ്വഹാബിയാണ്, ഭാര്യയും മക്കളുമുള്ള സ്വഹാബിയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. സ്വഹാബത്തെ, നിങ്ങൾ വിചാരിച്ചാൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീട് വെച്ചു കൊടുക്കാൻ പറ്റും. മുത്തുനബിയുടെ സ്വഹാബി വിചാരിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ആ സദസ്സിലിരിക്കുന്ന സ്വഹാബിമാരിൽ ഒരാൾ വിചാരിച്ചാൽ മതി ആ ഒരു സ്വഹാബിക്ക് വീട് വെച്ചു കൊടുക്കാൻ, സഹായിക്കാൻ പറ്റേ. ആ നന്മ എല്ലാവർക്കും കിട്ടണമെന്ന ലക്ഷ്യത്തോടെ, സ്വർഗത്തിലെല്ലാവരും കൂട്ടമായി എത്തണമെന്ന ലക്ഷ്യത്തോടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതാ സ്വഹാബത്തെ, നിങ്ങൾ കൂട്ടമായി സഹായിക്കണം, നിങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് സഹായിക്കണം. അവിടെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയുടെ മാലോകരോട് മദീന പള്ളിയുടെ ചാരയിരുന്നു കൊണ്ട് ലോകൈക ഗുരുവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്, നിങ്ങളിൽ ആരാണ് ഈ പാവപ്പെട്ടവന്റെ കണ്ണുനീര് കാണുന്നത്, ഒരു വീട് വെച്ചു കൊടുക്കുന്നത്? ഇത് കേട്ടപാട് പ്രിയപ്പെട്ട സ്വഹാബത്ത് ഒരുമിച്ച് നിന്ന് തുച്ഛമായ ദീനാറ് കൊണ്ട്, അതാ തുച്ഛമായ ദിർഹമുകൾ കൊണ്ട് കൂട്ടത്തോടെ അവിടുന്ന് സഹായിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത്, ഈ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് മദീനയുടെ മണൽപ്പരപ്പിലിരുന്നു കൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത സംഗതിയാണ്. അവിടുന്ന് പ്രിയപ്പെട്ട സ്വഹാബത്തിന് കാണിച്ചു കൊടുത്ത മാതൃകയാണ്. അവിടുന്ന് പറയുന്നു, സ്വഹാബത്തെ, ആ പ്രിയപ്പെട്ട സ്വഹാബിക്ക് അവിടുന്ന് വീട് നിർമ്മിച്ചു കൊടുക്കണം. അങ്ങനെ വീടിന്റെ പണി അവിടുന്ന് പൂർത്തീകരിക്കുകയാണ്. സുന്ദരമായ ഒരു വീട് അവിടുന്ന് പൂർത്തീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചുരുക്കുന്നു. ഈ സന്ദർഭം മദീന പള്ളിയുടെ ചാരയിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യുന്നു. ഇതേ പ്രവർത്തനം ചെയ്യുന്നവരുണ്ടല്ലോ, ഇലാ യൗമൽ ഖിയാമ, അവർക്ക് ഖിയാമത്ത് നാൾ വരെ ഇതേ പ്രവർത്തനം ആര് തുടർന്നു കൊണ്ടുവരുന്നു, ആര് പാപങ്ങളുടെ കണ്ണുനീരെത്തുന്നു, അവരുടെ കഷ്ടതകൾ ആര് കാണുന്നു, പ്രയാസപ്പെടുന്നവന്റെ ആര് പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നു, അല്ലാഹുവേ, നീ അവരെ സഹായിക്കണേ അല്ലാ, അവരെ നീ സംരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് പുലിക്കുടി ചാരിറ്റി എന്ന് പറയുന്നത് കേവലം ഒരു കൂട്ടായ്മയല്ല. അല്ലാഹു തആല ഇത് ഖിയാമത്ത് നാൾ